കുളപ്പള്ളിയിൽ നാം തമിഴർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവിക്കാനുള്ള അവകാശവും ഞങ്ങൾ അടിമകളല്ല, ഈ രാജ്യത്ത് പിറന്നവരാണെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 15 വർഷക്കാലമായി നാം തമിഴർ പാർട്ടി പന്തല്ലൂർ നീലഗിരി ജില്ലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മണ്ണിൽ ജനിച്ച് വളർന്ന നമ്മൾക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് പറയുമ്പോൾ ആ അവകാശത്തെ ചോദിക്കാൻ വേണ്ടി വന്ന ഒരു പടയാണ് നാം തമിഴർ കക്ഷി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പട എന്ന് പറയുമ്പോൾ പ്രഭാകരനയ്യയുടെ, നിങ്ങൾക്കറിയാം, ഈ തമിഴ് ഇനത്തിന് വേണ്ടി പോരാടിയ 44,000 പോരാളികളെ ഈ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് തമിഴ് ഇനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ദേശീയ ഇനത്തിന് വേണ്ടി പോരാടിയ ഇനത്തിൻ്റെ നേതാവിൻ്റെ പേര് പ്രഭാകരൻ എന്നാണെങ്കിൽ അവരുടെ തമ്പി സീമാനണ്ണൻ്റെ പോരാളികളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് ഓർക്കുന്നത് ഇവിടെയുള്ള ദ്രാവിഡ പാർട്ടികൾ എന്ന് ഞാൻ പറയുന്നില്ല, കൊള്ള സംഘങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളുക എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ രാജ്യം കട്ടുമുടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന ADMKയും DMKയും അടക്കമുള്ള ഈ കള്ളസംഘത്തെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നത് വരെ ഉറക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള നാം തമിഴ് പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു പാർട്ടി കോൺഫറൻസ് ചിലപ്പോൾ നടത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് 500 രൂപയും ബ്രാൻഡി കുപ്പിയും ഭക്ഷണത്തിന് പണവും വേണ്ടി വരും. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന സീമാനന്റെ തമ്പികൾക്ക് അത് വേണ്ട. ഈ രാജ്യത്തിന് ജനങ്ങളുടെ നീതിക്ക് വേണ്ടി പൊരുതാൻ വേണ്ടിയാണോ, ഈ രാജ്യത്ത് ജനങ്ങളുടെ നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം തമിഴർ പാർട്ടി ഇങ്ങനെ ഇവിടെ ഒരു കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം, പന്തല്ലൂർ, കൂടല്ലൂർ, ഓവാലി പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ പറഞ്ഞു പോയ, മുൻ ഭരണത്തിൽ കയറാൻ വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഈ വോട്ട് വാങ്ങി ജയിച്ചു പോയ DMKയുടെ നേതാക്കന്മാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, എവിടെയാണ് ഞങ്ങൾക്കുള്ള പട്ടയമെന്ന്. അവർ ജയിക്കുമ്പോൾ ചോദിച്ചത് പട്ടയം തരാം എന്നാണോ? പട്ടയമില്ലാത്തവന് കറണ്ട് നൽകാമെന്ന് പറഞ്ഞവർ, ഈ റോഡിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞവർ, ഈ രാജ്യത്തെ മൃഗശല്യത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞവർ, ഈ നാടിന്റെ എല്ലാ കുടിവെള്ള പ്രശ്നങ്ങളും തൊഴിലുമായുള്ള ജീവിക്കാനുള്ള അവസരം പറഞ്ഞവർ എവിടെ പോയിരിക്കുന്നു? ഈ ദ്രാവിഡ പാർട്ടികൾ തിരിച്ചറിയണം സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയാണോ? 2026 ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു. 6 മാസകാലമേയുള്ളൂ. ഇനിയും പുതിയ മുദ്രാവാക്യം കൊണ്ടുവരും. അത് മുമ്പേ പറഞ്ഞുപോയ മുദ്രാവാക്യമായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും അവർ ഈ റോഡിന്റെ പ്രശ്നം പറയും, ഈ പട്ടയത്തിന്റെ പ്രശ്നം പറയും, ഈ രാജ്യത്തെ വികസനത്തിന്റെ പ്രശ്നം പറയും. ന്യൂനപക്ഷത്തോട് ഇവർ പറയും, BJP ഗവൺമെന്റ് കടന്നു വരുന്നത് കൊണ്ട് DMKയാണ് ഇവിടെയുള്ള മുസ്ലിമിന്റെയും ദളിതന്റെയും മറ്റു താഴ്ത്തപ്പെട്ട മതത്തിന്റെയും തമിഴ് ഇനത്തിന്റെയും സംരക്ഷണത്തിന് ഈ പാർട്ടി വന്നു കഴിഞ്ഞാലേ രക്ഷയുള്ളൂ എന്ന് പറയും. ഒരുപക്ഷെ ഇത് നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമായി ഏറ്റെടുക്കാതെ ഈ രാജ്യത്തെ ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് ഇവിടെയുള്ള നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ കടന്നു വരണമെന്നാണ് പറയാനുള്ളത്. നമുക്കറിയാം, CSR എന്നൊരു വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നു. ഈ രാജ്യത്ത് പൗരത്വം തെളിയിക്കാൻ ആധാർ എന്നൊരു കാർഡ് മാത്രം മതിയായിരുന്നുവെങ്കിൽ ആ ആധാർ ഇനി പറ്റില്ല എന്ന് പറയുന്നു. എന്താണ് നരേന്ദ്രമോദിക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചു പോകുകയാണ് ഞാൻ. കാരണം ഇവിടെയുള്ള ഈ രാജ്യത്തെ ഒരു ആധാർ എന്ന സംവിധാനം കൊണ്ടുവന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ഈ ജനങ്ങളുടെ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുവായി ആധാറിനെ സ്വീകരിച്ചപ്പോ ഇവിടെ ഇപ്പൊ ആധാർ പറ്റില്ലെന്നോ, ID കാർഡ് അത് പറ്റില്ല. ഇനി പോകെ നമ്മളെ ഈ നാട്ടിൽ നിന്ന് തുരത്താനുള്ളൊരു അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. ഞാൻ വൈകിക്കുന്നില്ല. ഇവിടെ ഒരുപാട് ഞങ്ങളുടെ പ്രാസംഗികന്മാർ കടന്നു വന്നിട്ടുണ്ടോ, അവർക്ക് നിങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് 2 വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമുക്കറിയാം, രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ
തരണം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ടോ? ഇവിടെയുള്ള ദ്രാവിഡ പാർട്ടികൾ തിരിച്ചറിയണം. ദ്രാവിഡ പാർട്ടികളെ കുറിച്ചുകൊണ്ട് 5 വർഷം കൂടുമ്പോൾ വോട്ട് ബാങ്കായി നമ്മൾ യൂസ് ആക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറരുത്. നീലഗിരിയുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അത് തിരിച്ചറിയേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് നമുക്കൊരു സ്ഥാനാർത്ഥിയെ 2026 ഇലക്ഷന് മുൻപിൽ കണ്ടുകൊണ്ട് നാം തമിഴർ പാർട്ടി ഞങ്ങളുടെ സഹോദരൻ കാർത്തിക് എന്ന സഹോദരനെ ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിക്കൊണ്ട് ഈ നാടിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ ഏറ്റവും വിലയേറിയ ഒരു വോട്ട് അത് ഞങ്ങൾക്ക് സമ്മതന അവകാശം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആവർത്തിച്ചു പറയുകയാണ്. പിന്നെ ചില പാർട്ടികളൊക്കെ സ്വാഭാവികമായി മിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെയാണ് മിരട്ടുന്നത്? നിങ്ങൾ ആരെയാണ് മിരട്ടുന്നതെന്ന് ഓർക്കണം. ഞങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഞങ്ങൾ മിണ്ടാൻ പാടില്ല, ഈ നാടിന്റെ പ്രശ്നങ്ങൾ പറയാൻ പാടില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്ന്? അധികാരം കയ്യിൽ വെച്ചുകൊണ്ട്, അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് ഇവിടെയുള്ള ഭരണകൂട ഭീകരയ്ക്കെതിരെ കേസെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരെ നിങ്ങൾ തിരിയുകയാണെങ്കിൽ തിരിച്ചറിയണം, ഞങ്ങൾ പോരാട്ട ഭൂമികയിൽ നിന്ന് വന്നവരാണ്. നിങ്ങളെപ്പോലെ മറ്റുള്ളവരുടെ കള്ളത്തരവും കൊള്ളത്തരത്തിൽ നിന്ന് വന്നവരല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങളെ ഭയപ്പെടുത്താൻ നിൽക്കുന്നവരുണ്ട്. അത് ഞങ്ങളെ പല രീതിയിലും, ചില കേസുകൾ പല മേഖലയിലും ഞങ്ങൾ എന്ത് പോരാട്ടം നടത്തിയാലും കേസാണ്. ഞങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്ത് പെറ്റു വളർന്നവരാണ്. ഞങ്ങൾ രാജ്യത്ത് നിന്ന് കടന്നു വരുന്നവരവല്ല. അത് തിരിച്ചറിയണം നിങ്ങൾ. അതുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, ഈ നാടിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് ഏത് സമയത്തും ഒന്ന് ശബ്ദിക്കുന്ന ഒരു പാർട്ടി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നാം തമിഴർ പാർട്ടി മാത്രമാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള വിഷയങ്ങൾ എവിടെയാണ് ഈ ദ്രാവിഡ പാർട്ടികൾ ഇടപെട്ടത്? ഈ ദ്രാവിഡ പാർട്ടികൾ എവിടെയാണ് ഇവിടെയുള്ള ആനശല്യത്തിന് ഒരു പ്രതിഷേധം അറിയിച്ചത്? എവിടെയാണ് ഇവിടെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ അവിടെയാണ് നാം തമിഴ് പാർട്ടി ഇടപെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കെട്ടുറപ്പുള്ളൊരു നേതാക്കന്മാരുണ്ട് ഈ ജില്ലയിൽ. ആ കെട്ടുറപ്പുള്ള നേതാക്കന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നതും. നിങ്ങളെപ്പോലെയുള്ള കള്ളോ കഞ്ചാവോ മറ്റുള്ള അടിമത്തത്തിന് വഴങ്ങാത്തൊരു വിഭാഗം, അങ്ങനെയുള്ളൊരു വിഭാഗമാക്കിക്കൊണ്ട് നല്ലൊരു ജനത്തെ, നല്ലൊരു സാമൂഹ്യ സാംസ്കാരിക സംഘടനയെ വളർത്തിയെടുക്കുന്ന ഒരു വിഭാഗമായി ഞങ്ങൾ മാറുന്നുവെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ നാം തമിഴ് പാർട്ടിയെ തിരിച്ചറിയേണ്ടതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലവരായ ജനാധിപത്യ ഒരിക്കൽ കൂടി ഞങ്ങളുടെ 2026 ഞങ്ങളുടെ പ്രവർത്തകൻ, സമൂഹപ്രവർത്തനം, സംഘടന ശക്തിയുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കാർത്തിക് അവർക്ക് നിങ്ങൾ വിലയേറിയ ഏറ്റവും വലിയ സംവിധ അവകാശമായ വോട്ട് കൊണ്ട് വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാം തമിഴർ. சிறப்பாக உரையாற்றிய கூடலூர் வடக்கு மாவட்ட செயலாளர் முகமது அலி ஐயா அவர்களுக்கு நன்றி.